ഞാൻ ജയപ്രകാശ്. അവിയൽ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തോടനുബന്ധിച്ച് ബംഗളൂരു കഗതാസപരയിലെ ശ്രീനാരായണ മാതൃദേവി അയ്യപ്പ ക്ഷേത്രത്തിലെ ധർമാധികാരി സുഭാഷ് ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഡൊംബ്ലൂർ സോണിൽ നടന്ന പറയെടുപ്പ് ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ചെട്ടിക്കുളങ്ങര കുംഭഭരണി ഉത്സവം സമാനതകളില്ലാത്ത ആവേശത്തോടെയും ഭക്തിയോടെയും ആഘോഷിക്കപ്പെടുന്നതിനൊപ്പം തന്നെ ബാംഗ്ലൂരിലും ശ്രീനാരായണ മാതൃദേവി അയ്യപ്പ ക്ഷേത്രത്തിലെ ജീവിത വെറും കാഴ്ചയല്ല, നെഞ്ചിൽ തോന്നുന്ന ഒന്നാണ്. ക്ഷേത്ര പുരോഹിതന്മാർ രണ്ടുപേർ തോളിൽ ചുമന്നുകൊണ്ട് ഒരു ചെറിയ ക്ഷേത്ര സമാന ഘടന ആളുകളെ പോറ്റുന്ന ദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. വിളവെടുപ്പിന് ശേഷം പറ സ്വീകരിക്കുമ്പോൾ അത് ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു ആചാരമായി തോന്നുന്നില്ല, അത് വേരൂന്നിയതായി തോന്നുന്നു. വ്യക്തിപരമായ രണ്ടു തരം പറയുണ്ട്. ക്ഷേത്രധർമാധികാരിയും പൂജാരിയും തോളിൽ ജീവിത ഏറ്റുകൊണ്ട് പറമണ്ഡപത്തിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ചെണ്ടമേളത്തിൻ്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ജീവിത പറസന്നിധിയിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ജീവിതം നിശ്ചലമായി നിൽക്കുന്നില്ല, ജീവിത അത് നൃത്തം ചെയ്യുന്നു. എഴുന്നള്ളിൻ്റെ സമയത്ത് അത് പവിത്രമായ താളത്തിൽ ആടുന്നു. ഇവിടെ ജീവിത വീടിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പീഠത്തിൽ നിശബ്ദമായി ഇരിക്കുകയും ശാന്തമായ അന്തസ്സോടെ വഴിപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. രണ്ടു തരം പറയുണ്ട്. സാധാരണ പറ ലളിതവും ശക്തവും. കുടുംബാംഗങ്ങൾ ഒന്നോ അതിലധികമോ അളവിലുള്ള നെല്ല് അർപ്പിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ ഇതിൽ ജീവിത വീടിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പീഠത്തിൽ നിശബ്ദമായിരിക്കുകയും ശാന്തമായ അന്തസ്സോടെ വഴിപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. പിന്നെ അൻപൊലിപ്പറ. അൻപൊലിപ്പറ നെല്ല്, അവല്, മലര്, മഞ്ഞൾ. ഇത് സാധാരണയായി 5 പറകളിലാണ്. ശ്രീ മാതൃദേവി അയ്യപ്പ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ആഴമാണ്. മറ്റ് പലരെയും പോലെ അർച്ചന വിഗ്രഹമല്ല, മറിച്ച് ക്ഷേത്രത്തിനുള്ളിൽ നിന്നാണ് ജീവിത വിഗ്രഹം വഹിക്കുന്നത്. അതിൻ്റെ ചലനം സവിശേഷമായ ചെട്ടിക്കുളങ്ങര ചിട്ടയെ പിന്തുടരുന്നു. അതിൻ്റേതായ ശക്തമായ ചെണ്ടമേളവും ഇതിൻ്റെ ശൈലിയാണ്. ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ പരശുരാമൻ സ്ഥാപിച്ച 5 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം. കായംകുളം മാവേലിക്കര റൂട്ടിൽ കായംകുളത്ത് നിന്ന് 8 കിലോമീറ്റർ അകലെ ചെട്ടിക്കുളങ്ങരയിലാണ് ക്ഷേത്രം. 1200 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. ഒരു പതിപ്പ് അനുസരിച്ച് ഈ ക്ഷേത്രം AD 823 മകരമാസത്തിലെ ഉത്രട്ടാതി ദിനത്തിൽ
പത്മപാദാചാര്യർ ആദിശങ്കരന്റെ ഒരു പ്രധാന ശിഷ്യൻ പ്രതിഷ്ഠിച്ചു. ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഭക്തിയുടെയും വർണ്ണാഭമായ കാഴ്ചകളുടെ കേന്ദ്രമായ ഓണാട്ടുകരയുടെ മത സാംസ്കാരിക പ്രതീകമായ ചെട്ടിക്കുളങ്ങര ക്ഷേത്രം. കേരളോൽപത്തിയെക്കുറിച്ചുള്ള പരശുരാമന്റെ സിദ്ധാന്തത്തിന്റെ പല അനുയായികളും ഉറച്ചു വിശ്വസിക്കുന്നത് അദ്ദേഹം 108 ദുർഗാക്ഷേത്രങ്ങൾ, 108 ശിവക്ഷേത്രങ്ങൾ, നിരവധി ശാസ്താക്ഷേത്രങ്ങൾ, 108 കളരികൾ, ശക്തി കേന്ദ്രങ്ങൾ മുതലായവ സ്ഥാപിച്ചു എന്നാണ്. കൂടാതെ അദ്ദേഹം 5 അമ്പാലയങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അവിയൽ ഡയറീസിന് വേണ്ടിയിട്ട് ജയപ്രകാശ്.